ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യു കെ റീൽസ് വിത്ത് അന്നക്കുട്ടി. ഞങ്ങളുടെ സ്വന്തം അന്നക്കുട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാം കേട്ടോ. ഞാനും ചെനിക്കുട്ടിനും കൂടെ ഇന്ന് ഒരു സാറ്റർഡേ ആഫ്റ്റർനൂൺ ആണ് പോകുന്നത്. ഏകദേശം ഒരു 3 മണി 3:30 ആ ഒരു ടൈമിലാട്ടോ പോകുന്നത്. ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഈ ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ നോർമലി വീക്ക്ലി നമ്മൾ ഒരു പ്രാവശ്യങ്ങളിൽ ഇടയിൽ പോകാറുണ്ട്. ഇവിടുന്ന് നമ്മൾ മെയിനായിട്ടും ഈ ക്യാരറ്റ്, അങ്ങനെ കുറച്ച് വെജീസും സാലഡ്സും നട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടുന്ന് വാങ്ങാറ്. ബാക്കി നമ്മുടെ ഏഷ്യൻ ഗ്രോസറീസൊക്കെ നമ്മുടെ താഴെ തന്നെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ആണെങ്കിലും അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ വാങ്ങിക്കാറ്. അപ്പോൾ നമ്മൾ ഇന്നൊരു 2 ഫ്ലേവറിലുള്ള നട്ട്സിൻ്റെ ബാർ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ വെജ് സമൂസ നമ്മൾ വാങ്ങിയില്ല, ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, വെറി പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അവിടെ നമുക്ക് എല്ലാ സ്നാക്സും അവൈലബിൾ ആണ്. ഞാൻ ആലോചിച്ചത് ഇവരുടെ ഒരു കൾച്ചർ എന്തോരം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളെയൊക്കെ. കാരണം നമുക്ക് വേണ്ട, നമ്മൾ ചൂസ് ചെയ്യുന്ന കുറേ പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ പിന്നെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാറില്ല. അങ്ങനെ പിന്നെ കുറച്ച് വെജീസും പാലും ഒക്കെ വാങ്ങിച്ച് പതുക്കെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഏകദേശം വലുതായിട്ടൊന്നും ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വാഷിംഗ് ലിക്വിഡ് വേണമായിരുന്നു, അതും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത ശേഷം നമ്മൾ ബില്ലിങ്ങിന് പോയി. നമ്മളിവിടെ സെൽഫായിട്ട് ബില്ല് ചെയ്യുന്ന കൗണ്ടറിൽ പോയിട്ടാണ് എപ്പോഴും ചെയ്യാറ്, അല്ലെങ്കിൽ വലിയൊരു ക്യൂ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് ഏകദേശം 22 പൗണ്ടോളം നമ്മൾ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ 1.5 ആഴ്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ നിങ്ങളുടെ ബിൽസൊക്കെ എത്രയാണ് വരാറ്? കമൻറ്റ് ബിലോ. സീ യു, ബൈ.